സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ ചൂടുള്ള ചില വാർത്തകളുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടി നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം. സ്ഥാനാർത്ഥി നിർണയമടക്കം പലയിടത്തും അപ്പാടപ്പാണ്. നേതൃത്വം ഇടപെടേണ്ട പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെട്ടില്ല. കണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായില്ല. യാഥാർത്ഥ്യം അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ പറഞ്ഞു. അതേസമയം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. വീണ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. വീണ, ഗുഡ് ഈവനിങ്. മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിലാണ്. പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പ്രതികരിച്ചു. അങ്ങനെ വേണം ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം. എങ്ങനെ വിലയിരുത്തും? ശ്യാം ബാബു, ഈ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയാണ് CPM നേരിടേണ്ടി വന്നത്. ഒരുപക്ഷെ CPM ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അമിത ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അപ്രതീക്ഷിത തിരിച്ചടി ഇടതുകോട്ടകളെ മാനസികമായും തകർത്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആ തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരിക്കുന്നത്. ആ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ രൂക്ഷമായൊരു വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലടക്കം നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നുള്ള രൂക്ഷ വിമർശനമാണ് വന്നിരിക്കുന്നത്. കാരണം അതിൽ പ്രധാനമായും കാരണങ്ങളുണ്ട്. ഒന്നല്ല, 13 മന്ത്രിമാരാണ് തോറ്റത്. അതും കനത്ത തോൽവി ഏറ്റെടുക്കേണ്ടി വന്നു. ഒപ്പം തന്നെ ഇടത് കോട്ടകൾ, ചെങ്കോട്ടകൾ എന്നറിയപ്പെടുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരുമൊക്കെ കടുത്ത പരാജയമാണ് ആ പാർട്ടിക്ക് നേരിടേണ്ടി വന്നത്. കൂടാതെ തന്നെ മുഖ്യമന്ത്രി ധർമ്മിടത്ത് 6 റൗണ്ടിൽ പിന്നിലായിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതൊക്കെ പാർട്ടി പ്രതീക്ഷിക്കാതിരുന്നൊരു കാര്യങ്ങളായിരുന്നു. അതൊക്കെ ഈ പാർട്ടിക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി, അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതൊക്കെ വലിയ തരത്തിൽ ഇപ്പോൾ ചിന്തകൾക്ക്, പുനർവിചിന്തനങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലടക്കം കൃത്യമായിട്ടുള്ള ഒരു ചർച്ച നടന്നില്ല, വിലയിരുത്തൽ നടന്നില്ല. നേതൃത്വം ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്ന അർത്ഥത്തിൽ തന്നെയാണ് വിമർശനങ്ങൾ ഉയരുന്നത്. നിലവിലുണ്ടായിരിക്കുന്ന വീഴ്ച അല്ലെങ്കിൽ കനത്ത തിരിച്ചടി അത് കൃത്യമായി തന്നെ പരിഹരിക്കണം. ഒപ്പം തന്നെ കണ്ണൂരിലുണ്ടായ വിഷയങ്ങൾ അത് പരിഹരിക്കുന്നതിൽ പാർട്ടിക്ക് വലിയ അലംഭാവമുണ്ടായി, വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ജനങ്ങളിൽ നിന്നുണ്ടായ ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ ജനങ്ങൾ എഴുതിയ ജനവിധി അത് അംഗീകരിച്ചേ മതിയാകൂ. അത് തിരിച്ചറിഞ്ഞ് തുടർ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായ ഒരു വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് മുഖ്യമന്ത്രി ഇപ്പോഴും മൗനത്തിലാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും, കണ്ണൂർ വെച്ചും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് വെച്ചും ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ഒരു പുഞ്ചിരിയിൽ കാര്യങ്ങൾ ഒതുക്കി മടങ്ങി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ഈ യോഗത്തിലടക്കം, അതായത് പാർട്ടി യോഗത്തിലടക്കം മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അഭിപ്രായ പ്രകടനം ഒന്നും തന്നെ നടത്തിയിട്ടില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം തുടരുന്നു എന്നുള്ളതാണ്. കനത്ത തിരിച്ചടി അത് മുഖ്യമന്ത്രിയെയും കാര്യമായി ബാധിച്ചു എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. കാരണം അല്പസമയങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ CPM സെക്രട്ടേറിയറ്റ് യോഗം നടക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളെ കാണാനെത്തിയത്. എഴുതി തയ്യാറാക്കിയ ഒരു കുറിപ്പുമായി എത്തി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, ചുരുങ്ങിയ സമയം കൊണ്ട് ആ വാർത്താ സമ്മേളനത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. കൃത്യമായി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയരുന്ന സാഹചര്യമുണ്ട്. കടുത്ത അതൃപ്തി പാർട്ടി കേന്ദ്രങ്ങളിൽ, അതായത് സഖാക്കളിൽ നിന്ന് നേതൃത്വത്തിന് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശ്യാം ബാബു. വീണയാണ് കൃത്യമായ വിലയിരുത്തലുമായി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചത്. CPM നേരിട്ടത് അപ്രതീക്ഷിത പരാജയമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് തിരിച്ചടി പരിശോധിക്കുമെന്ന് ഗോവിന്ദൻ വ്യക്തമാക്കി. പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും യോഗം വിളിച്ചു ചേർത്ത് സത്യസന്ധമായ വിലയിരുത്തലുകൾ നടത്തും. അതേസമയം തോൽവിയുടെ കാരണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോടൊന്നും തന്നെ സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചില്ല. പേരിന് മാത്രം മാധ്യമങ്ങളെ കണ്ടെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഗോവിന്ദൻ എന്ന വിമർശനവും ശക്തമാണ്. ജനങ്ങൾക്ക് ബോധ്യമാകും വിധത്തിൽ തിരുത്തലുകൾ വരുത്തി ഇടതുപക്ഷം തിരിച്ചു വന്ന ചരിത്രമാണ് കേരളത്തിൽ ഉള്ളത്. വിലയിരുത്തലുകൾ സത്യസന്ധമായിരിക്കും. അത് സംബന്ധിച്ച് വളരെയേറെ പ്രാധാന്യത്തോടുകൂടി മെയ് ജൂൺ മാസങ്ങളിൽ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിളിച്ചു ചേർത്ത് തീർക്കാനും മുഖപ്പെടുത്താനും സാധിക്കണമെന്നാണ് ഇപ്പോൾ പാർട്ടിയെ ആദ്യം തന്നെ ആലോചിച്ചത്. പ്രാഥമികമായ ഒരു പരിശോധന മാത്രമാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് നടത്തിക്കൊണ്ടുപോകുന്നത്. അതിനുതകുന്ന തരത്തിലുള്ള തിരുത്തലുകൾ തീർച്ചയായും പാർട്ടി സ്വീകരിക്കും. അത് ഞങ്ങൾ ജനങ്ങളോടും പാർട്ടിയോടും പാർട്ടി സഖാക്കളോടും എല്ലാം തിരുത്തലോടുകൂടി തുറന്നു പറയാൻ തന്നെയാണ് ആലോചിച്ചത്.